നമസ്കാരം. മലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയ ട്രാൻസ്ഫർ അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ബാഴ്സയുടെ ഒരു ട്രാൻസ്ഫർ ന്യൂസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡാനി ഓൾമോയെ 55 മില്യൺ കൊടുത്തിട്ട് ബാഴ്സ സൈൻ ചെയ്തിരിക്കുകയാണ്. ഒരു 100,000 പ്രശ്നങ്ങൾക്ക് നടുവിലൂടെയാണ് ബാഴ്സ പോകുന്നത്. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ ഇഷ്യൂസ്, പുതിയ പ്ലെയറെ സൈൻ ചെയ്യാൻ പറ്റുന്നില്ല, പ്ലെയറെ വിറ്റതിന് ശേഷം മാത്രമേ പുതിയ ആൾക്കാരെ വാങ്ങിക്കാൻ പറ്റൂ. ഇതൊക്കെ ഉണ്ടെങ്കിലും അവർ പോയി ഡാനി ഓൾമോനെ സൈൻ ചെയ്തു. ഇവിടെ പല ക്ലബ്ബുകളും പൈസ ഉണ്ടായിട്ട് പോലും സൈൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഡാനി ഓൾമോയുടെ യൂറോയിലെ കോൺട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ കണ്ടതാണ്. വളരെ ഇന്റലിജന്റ് ആയിട്ട് ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. ബാഴ്സക്ക് പുള്ളി ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് സ്പേഴ്സിന്റെ സൈഡിലാണ്. സ്പേഴ്സ് ഇപ്പോ ബർമത്തിന്റെ പേരായിട്ടുള്ള ഡൊമിനിക് സോളാങ്കിയെ വാങ്ങാൻ പോകുന്നു എന്നുള്ള ന്യൂസാണ് കേൾക്കുന്നത്. എന്തൊക്കെ കേൾക്കണം ഇവിടെ. സത്യം പറഞ്ഞാൽ നമ്മൾ റിച്ചാർഡ്സനെ വാങ്ങിച്ചതുപോലെ മറ്റൊരു അബദ്ധം കാണിക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 60 മില്യൺ കൊടുത്തിട്ട് ഡൊമിനിക് സോളങ്കിയെ വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഐവൻ ടോണി അവിടെ ഉണ്ട്, ലിറ്ററലി അവിടെ ഉണ്ട്. പുള്ളിയുടെ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ നമുക്കറിയാം. ഇപ്പൊ ഔട്ട് ആൻഡ് ഔട്ട് കമ്പാരിസൺ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോളങ്കിയെക്കാട്ടും ഒരു പടി മുമ്പിൽ നിൽക്കുന്ന പ്ലെയറാണ് ഐവൻ ടോണി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നിട്ട് പോലും പുള്ളിയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് സോളങ്കിയെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്? ഗതികേട് എന്ന് പറയേണ്ടി വരും. ഇതൊക്കെ ലീവിയുടെ ഒരു ബിസിനസ് ട്രിക്ക് മാത്രമാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഫബ്രീസിയോ റൊമാനോ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഒരു ഡിഫിക്കൽട്ട് ഡീലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് നടക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അങ്ങനെ ജാവോ നവാസ് PSG പ്ലെയർ ആയി കഴിഞ്ഞു. 60 മില്യൺ പ്ലസ് 10 മില്യൺ ആഡ് ഓൺസ്. മെഡിക്കൽ ഒക്കെ കംപ്ലീറ്റ് ആയി. പുള്ളിയുടെ കോൺഫർമേഷൻ വന്നു കഴിഞ്ഞു. എന്തായാലും ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് വളർന്നു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി PSG പുള്ളിക്ക് കൊടുക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ഡോർമോണ്ടിൽ നിന്നാണ്. ഇവിടെ വെസ്റ്റ് ഹാം ആരും അറിയാതെ 2-3 കിഡിലൻ സൈനിങ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. സമ്മർ വെയിലിന്റെ സൈനിങ്സിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഫുൾക്കർഗിനെ സൈൻ ചെയ്യാൻ വേണ്ടി ഡോർമോണ്ടുമായിട്ടൊരു ഡിസ്കഷൻ നടത്തുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഫുൾക്കർഗ് ജർമ്മനിക്ക് വേണ്ടി കളിക്കുമ്പോൾ ഒക്കെ ഇമ്പാക്ട് സബായിട്ടൊക്കെ ഇറങ്ങി കിഡിലം ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ ആയിട്ട് കളിക്കാൻ പറ്റിയ പ്ലെയർ ആണ്. പുള്ളിയുടെ ഏജും മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഒരു പ്രശ്നമാണ്. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് 30 മിനിറ്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് കളിക്കാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പുള്ളിക്ക് വെസ്റ്റ് ഹാമിലേക്ക് പോകാൻ താല്പര്യമുണ്ട്, പക്ഷേ മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പൊ കൺഫേം ആയിട്ടില്ല എന്നാണ് ഫബ്രീസിയോ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഡോർമോണ്ടിന്റെ മറ്റൊരു സൂപ്പർ സ്റ്റാർ പ്ലെയർ ആയിട്ടുള്ള അഡിയമി ഡോർമോണ്ട് വിടുന്നു, യുവന്റസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ന്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ആ ഡീൽ ഓഫായി എന്നുള്ളൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പരക്കെ പറയുന്നുണ്ട്. ഡോർമോണ്ട് പുള്ളിയെ കൺവിൻസ് ചെയ്തു, ഈ ഒരു സീസൺ കൂടി ഡോർമോണ്ടിൽ നിൽക്കാൻ വേണ്ടിയുള്ള ഓഫർ കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. എന്തായാലും ഇനി ട്രാൻസ്ഫർ വിൻഡോ തീരുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഇപ്പൊ ലിവർപൂളിന്റെ കാര്യത്തിൽ നമ്മൾ അപ്ഡേറ്റ് കേട്ടിട്ടുണ്ട്. സ്ലോട്ട് പറയുന്നത് നമ്മളെ ടീം സെറ്റാണ്, ഇനി പുതിയ പ്ലേയേഴ്സിനെ അധികം വാങ്ങേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളൊരു ന്യൂസൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് റൂമറാന്ന് അറിയില്ല. ഇപ്പോ കഴിഞ്ഞ മത്സരം നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവർപൂളിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടിരുന്നു. ലിവർപൂൾ വേഴ്സസ് ആർസണൽ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുത്തു. ഡിഫൻസിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവര് ജയിച്ച ഒരു കളിയായിരുന്നു. ആർസണൽ ആദ്യത്തെ മത്സരത്തിൽ ഒരു ഫുൾ ത്രോട്ടിലൊന്നും പോയില്ല, പക്ഷെ അവരും നല്ല രീതിയിൽ തന്നെ സൈനിങ്സ് ഒക്കെ നടത്തി മുമ്പോട്ട് വരുന്നുണ്ട്. ചെൽസിയുടെ കാര്യം നമുക്കറിയാം. ചെൽസി ആദ്യ മത്സരത്തിൽ ഒന്നും പാളിയെങ്കിലും പുതുതായിട്ട് സൈനിങ്സ് ഒക്കെ വന്ന് മരസ്ക ടീമിനൊന്ന് സെറ്റ് ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും സിറ്റിയുടെ സൈഡിൽ നിന്ന് പുതിയ സൈനിങ്സിനെ പറ്റിയിട്ടൊന്നും കേൾക്കുന്നില്ല. ആ ഒരു DM ബാക്കപ്പ് കൂടി മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡ്രിക്ക് ഒരു ചില മത്സരങ്ങളൊക്കെ വിശ്രമം കിട്ടാൻ സാധ്യതയുണ്ട്. ഔട്ട് ഗോയിങ് പല ആളുടെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട്. എഡേഴ്സിന്റെ പേര് കേട്ടു. അത് മാത്രമല്ല അൽവരസ് ടീം വിടുന്നു എന്നുള്ള കാര്യം കേട്ടു. പക്ഷെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇൻബൗണ്ട് സൈനിങ്സ് ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. മൂസിയാലിയുടെ റൂമറൊക്കെ എല്ലാ സമ്മറിലും കേൾക്കുന്നതാണ്. പക്ഷെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് സിറ്റിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.